മക്കളെ നമ്മളെ NSMC എക്സാം നവംബർ 1 നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അതിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. നമ്മളെ രജിസ്ട്രേഷൻ്റെ ടൈമൊക്കെ ഏകദേശം അവസാനിക്കാറായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തായിരുന്നു NSMC എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഈ ചാനൽ തന്നെ പല തവണകളായിട്ട് വന്ന ഒരു സംഗതിയാണ്. നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള പേരിൽ 5th മുതൽ 10th വരെയുള്ള നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനും വേണ്ടി നടത്തുന്ന ഒരു നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീഷൻ ആൻഡ് സ്കോളർഷിപ്പ് എക്സാം ആണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് പ്രൈസിനൊക്കെ നല്ല ക്യാഷ് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യുക, കൂട്ടി തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതിക്കുക. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട്. അതിന് പുറമെ പിന്നെ ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ നമ്മുടെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സാമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാളും ലോ ലെവലിലുള്ള കാര്യങ്ങളെ സ്കൂളിൽ എന്തുണ്ടാവുള്ളൂ, ചോദിക്കുകയുണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ ഒരു കോമ്പറ്റീഷൻ എക്സാം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല അല്ലേ, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൂടുതലായി പരിചയപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇപ്രാവശ്യം നമ്മൾ 9th ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസെപ്റ്റുകൾ പലതും ഒരു പക്ഷേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവിടെയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രസക്തി കൂടുന്നത്. റെഡി? അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആൻസറൊക്കെ എനിക്ക് കിട്ടുമോ, NSMC ഇങ്ങനെയുള്ള ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ആൻസർ പറയാൻ പറ്റുമോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെൽഫായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. കുഴപ്പമില്ല, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിൽ കുറച്ചും കൂടി ക്ലാരിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കയ്യിലൊരു പെന്നും പേപ്പറൊക്കെ വെക്കുക, എന്നിട്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ 9th കെമിസ്ട്രിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ മറ്റൊരു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് പ്രോപ്പർട്ടീസ് അല്ലേ. ഒരേ എലമെൻറ്റിൻ്റെ ഒരുപോലെയുള്ള ആറ്റങ്ങൾക്ക് എന്തായിരിക്കും, സെയിം മാസും പ്രോപ്പർട്ടിയുമായിരിക്കും. ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ്, ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ കഴിയുമെന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ് അല്ലേ. ഈ ലോകത്തുള്ള ഒരു എലമെൻറ്റിൻ്റെ, ഇപ്പോൾ ലോകത്തുള്ള ഏത് ഹൈഡ്രജൻ ആറ്റം എടുത്താലും ഒരേ മാസ്സായിരിക്കും, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. ലോകത്തുള്ള ഏത് കാർബൺ, അത് ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലൊക്കെ കാർബൺ ആണോ സെയിം പ്രോപ്പർട്ടി ആൻഡ് മാസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാലോ ആറ്റത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയുമോ, ഇല്ല. അതാണ് നമ്മൾ എന്തിലുള്ളത്, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡാൾട്ടൺ അറ്റോമിക് തിയറി എന്താണ്, all matter is made up of minute particle called atoms. Atoms is the smallest particle that can be participate in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഏതാണ്, ആറ്റം ആണ്. ആറ്റം cannot be divided during a chemical reaction. അതേപോലെ cannot be created or destroyed. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് വെക്കാം അല്ലേ. H2 + O2 നമുക്കറിയാം എന്താ ഉണ്ടാവുക, H2O ഉണ്ടാകും അല്ലേ. നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യൽ, സാധാരണഗതിയിൽ 2H2 + O2 gives 2H2O എന്ന് എഴുതാറുണ്ട്. വിച്ച് മീൻസ് ദർ ആർ 4 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 2 ഓക്സിജൻ ആറ്റം അല്ലേ. ഇനി പ്രോഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലോ 1H2O contain 2 ഹൈഡ്രജൻ ആൻഡ് 1 ഓക്സിജൻ. അപ്പോൾ 2H2Oയിലോ 4 ഹൈഡ്രജൻ ആൻഡ് 2 ഓക്സിജൻ. കേട്ടോ നിങ്ങൾ, ടോട്ടൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ആറ്റവും പുതുതായിട്ട് ഉണ്ടാവുന്നില്ല, പഴയ തൊട്ട് നശിച്ചു പോകുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ദ സെയിം പ്രോപ്പർട്ടീസ്, ദ സെയിം സൈസ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ആറ്റംസ് ഓഫ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ് ആർ ഇൻ ദെയർ സൈസ് പ്രോപ്പർട്ടി ആൻഡ് മാസ് അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. എന്നാലോ
അല്ലേ? അപ്പൊ കാർബണിന്റെ സൈസ് ആണോ ഓക്സിജന്, ഹൈഡ്രജന്റെ സൈസ് ആണോ നൈട്രജന്? എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. അതാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലൂടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലെ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, എന്നാലോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, ഫോൾസ് ആണ്. ദാറ്റ് ഈസ് ദ ആൻസർ. സോറി, അപ്പൊ ഓപ്ഷൻ എ അല്ലേ വരുന്നുണ്ടാവുക. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ സി ആയിരിക്കും എന്തുണ്ടാവുക, കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. റെഡി? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതൊക്കെ എന്ത് ടഫുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാലോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സഞ്ജന ഒബ്സർവ്ഡ് ദാറ്റ് when 3 gram of carbon burnt in 8 gram of oxygen, 11 gram of carbon dioxide is produced. അപ്പം എന്ത് ചെയ്തു അല്ലെ? 3 gram കാർബൺ 8 gram ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 11 gram കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എക്സ്പ്ലെയിൻസ് ദിസ് ഒബ്സർവേഷൻ? ഈ ഒരു കാര്യം പറയുന്ന കെമിക്കൽ കോമ്പിനേഷന്റെ ലോ ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് പല ടൈപ്പ് കെമിക്കൽ കോമ്പിനേഷൻ ലോ ഉണ്ടായിരുന്നു അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉണ്ട്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടാകും. അതേപോലെ തന്നെ മറ്റൊരു ലോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗെയ്ലുസാക്ക് ലോ, ഇങ്ങനെയൊക്കെ പല ലോസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, നമ്മൾ സ്കൂൾ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി അല്ലെ. 3 gram കാർബൺ 8 gram ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 3 + 8 എത്ര കിട്ടിയടാ? 3 + 8 നമുക്കറിയാം 11 കിട്ടും. അപ്പൊ ഏതാണ് ലോ ഉണ്ടാവുക? ഓഫ് കോഴ്സ് ഏത് ലോ ആയിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടൂലടാ. സോ വി നോ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലൈക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ മക്കളെ പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്തുണ്ടാവുന്നില്ല? മാസ് ഉണ്ടാവുന്നില്ല, എന്തില്ല? മാസ് ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. അഥവാ റിയാക്റ്റന്റിന്റെ മാസ് എത്രയാണോ വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ മാസ് ഈക്വൽ ആയിരിക്കും. റിയാക്റ്റിന് എത്ര മാസ് ഉണ്ടോ സെയിം മാസ് പ്രോഡക്റ്റിനും ഉണ്ടാകും എന്നർത്ഥം. റെഡി? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാ. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് എം ഈസ് 23. ഓക്കെ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ എം ഷെൽ ഓഫ് ദ എലമെന്റ് ഇൻ ഇറ്റ്സ് M3+ സ്റ്റേറ്റ്? എങ്കിൽ M3+ സ്റ്റേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ എം എന്ന് പറയുന്ന മെറ്റലിന് അതിൻ്റെ ഹൗ മെനി ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് എന്തായിരിക്കും പിന്നെ പ്രസന്റ് ആയിരിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ, 23 ആണ് എമ്മിൻ്റെ അല്ലെ അറ്റോമിക് നമ്പർ. എങ്ങനെ വരൂടാ? 2, 8, ബാക്കി പറയാൻ പറ്റുമോ? ഈ എബോ 23 അറ്റോമിക് നമ്പർ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ? ലാസ്റ്റ് ഷെല്ലിൽ അപ്പോൾ എപ്പോഴും 2 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ആർഗൺ കഴിഞ്ഞാൽ പൊട്ടാഷ്യം 2881 ആണ് വരുന്നുണ്ടാവുക അല്ലെ. 4 ഷെൽസ് ഉണ്ടാവും. 2881. കാൽഷ്യം 2882 ആണ് ഉണ്ടാവുക. ഓക്കെ, എന്നാൽ അതിനുശേഷം വരുന്ന ഇലക്ട്രോൺ, എബോ 20ക്ക് ശേഷം വരുന്ന ഇലക്ട്രോണ്, ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെ ആഡ് ചെയ്യുക? ഈ പറഞ്ഞ കെ, എൽ, എം ഉണ്ട്, എൻ ഉണ്ട്. അപ്പൊ എം ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകും, ദെൻ എൻ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ഇലക്ട്രോൺ അഥവാ 20 കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഇലക്ട്രോണ് എവിടേക്കായിരിക്കും എൻ്റർ ചെയ്യുക? ഈ പറഞ്ഞ എം ഷെല്ലിലേക്കായിരിക്കും. അപ്പൊ എങ്ങനെ വരും ശരിക്ക്? 2, 8, 8 എന്ന് പറഞ്ഞാൽ 20 അല്ലേ ആയിട്ടുള്ളൂ, ഇനി ബാക്കി 3 കൂടി വേണം. അപ്പൊ ശരിക്കും വരും 2, 8, 11, 2. ഓക്കെ, 2, 8, 11, 2 എന്നാണ് എം എന്ന് പറയുന്ന എലമെന്റിൻ്റെത് ശരിക്കും വരുന്നുണ്ടാവുക. അതിൽ നിന്നും M3+ ആയി എന്നാടാ പറഞ്ഞത്. 3+ എന്താ? 3 ഇലക്ട്രോൺ പോയി. 3 ഇലക്ട്രോൺ പോവൽ എവിടുന്ന? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിലാണെങ്കിലും ഇലക്ട്രോൺ എപ്പോഴും ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവുക എവിടുന്നായിരിക്കും എന്നറിയോ? ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലായിട്ടുള്ള ലാസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കും. അഥവാ ഇതിലെ 3 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസ് ഇവിടുന്ന് പോകും. ഓക്കെ, 2 ഇലക്ട്രോൺസ് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന്, ബാക്കി 1 ഇലക്ട്രോൺ ഇവിടുന്നും പോകും. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 2, 8, 10 എന്നാണ് വരുന്നുണ്ടാവുക. 2, 8, 10 എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും ഇവിടെ? 2, 8, 10 എത്ര ഉണ്ടാവും? അല്ലെ, ടോട്ടൽ ഇവിടെ 10ഉം ഇവിടെ 10ഉം
അല്ലേ? അവിടെ ടോട്ടൽ 20 ആയിരിക്കും ഉണ്ടാവുക അല്ലേ? സോ എം ഷെല്ലിലാണ് ചോദിച്ചത്. എം ഷെൽ എന്ന് പറഞ്ഞാൽ KLM, തേർഡ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? തേർഡ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ഈ രൂപത്തിൽ ഒരു അപ് ടു 30 അല്ലെങ്കിൽ ഏറിപ്പോൾ 36 വരെയൊക്കെ എന്ത് ചെയ്യണം? ചെറിയൊരു ഐഡിയ ഉണ്ടാവണം. ഈ എബോ 20 വന്നാൽ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് എനർജി ഷെല്ലില് നമുക്ക് എല്ലാവർക്കും അറിയാം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, എല്ലിൽ മാക്സിമം 8 ആണ്, എമ്മിൽ മാക്സിമം 18 ആണ്, എന്നിൽ 32 ആണ്. ഇത് പ്രൂവ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു 2n². നമ്മളെ ബോർ അറ്റോമിക് മോഡൽ അനുസരിച്ച് ഈ എനർജി ഷെൽ, അനദർ നെയിം നോർമലി ഷെൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കാം. ഇതൊക്കെ സെയിം ആണ്. അതിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസും അത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് ചെയ്യണം? മസ്റ്റായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി മാച്ചസ് ദ ടൈപ്പ് ഓഫ് മോളിക്യൂൾ വിത്ത് ആൻ എക്സാമ്പിൾ? നമ്മളിത് ചെറിയ ഈവൻ 8ാം ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. മോണോ അറ്റോമിക്, ഡയറ്റോമിക്, ട്രൈ അറ്റോമിക് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? മോണോ അറ്റോമിക്. ഓക്സിജൻ മോണോ അറ്റോമിക് ആണോ? അല്ല. ആർഗൺ മോണോ അറ്റോമിക് ആണ് അല്ലേ. ഓക്സിജൻ ഡയറ്റോമിക് ആണ്. വാട്ടറോ നമുക്ക് എല്ലാവർക്കും എന്താണ്? പോളി അറ്റോമിക് ആണ് ഉണ്ടാവുക അല്ലെ. പോളി മീൻസ് മോർ ദാൻ 2 അല്ലെ. മെനി എന്നുള്ള മീനിങ് ആണ് പോളി. അപ്പോൾ ഒരു സിംഗിൾ മോളിക്യൂളിൽ വൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മോണോ അറ്റോമിക് അല്ലെ. നോർമലി മെറ്റൽസ്, നോബിൾ ഗ്യാസസ് ഒക്കെ അല്ലെ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ പോലെയുള്ള നോബിൾ ഗ്യാസസ് ഒക്കെ എന്തായിരിക്കും? മോണോ അറ്റോമിക് ആയിരിക്കും അല്ലെ. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇവരൊക്കെ എന്താണ്? ഡയറ്റോമിക് ആണ്. എ സിംഗിൾ മോളിക്യൂൾ കണ്ടെയ്ൻ 2 ആറ്റംസ്. ദെൻ ട്രൈ അറ്റോമിക് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓസോൺ, O3 ഒരു എക്സാമ്പിൾ ആണ്. ദെൻ മോർ ദാൻ 3 അല്ലെങ്കിൽ മോർ ദാൻ 2 എന്നാൽ തന്നെ എന്ത് വിളിക്കാം? പോളി. പോളി മീൻസ് മെനി എന്നാണ് മീനിങ്. ഫോസ്ഫറസ് P4 ആണ്, സൾഫർ ആണെങ്കിൽ S8 ആണ്. റെഡി? അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രൈവാലന്റ് അയോൺ? ഇതിലെ ട്രൈവാലന്റ് അയോൺ ആരെന്നാണ്? വാലൻസ് 3 വരുമ്പോഴാണ് ട്രൈവാലന്റ് അല്ലെ. ട്രൈവാലന്റ് അല്ലാത്തത് ഈസ് നോട്ട് എ ട്രൈവാലന്റ് എന്നല്ലേ. ഓക്കെ, അതിൽ ആ നോട്ട് മറക്കരുത് കേട്ടോ, പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, യെസ്. അലുമിനിയം നമുക്ക് എല്ലാവർക്കും അറിയാം 3+ ആണ്. ഓക്കെ, ഫെറിക് എന്ന് പറയുമ്പോൾ Fe3+ ആണ്. Fe2+ ആണെങ്കിൽ ഫെറസ് എന്ന് വിളിക്കും. Fe3+ ആണെങ്കിൽ ഫെറിക് എന്നാണ് കേട്ടോ വിളിക്കുക. ആ പേരിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, കാർബണേറ്റ് ആണെങ്കിലോ CO3 2- ആണ്. ഫോസ്ഫേറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം PO4 3-. അപ്പൊ അതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അയാൾ മാത്രം ട്രൈവാലന്റ് അല്ല, ഡൈവാലന്റ് ആണ്, അഥവാ വാലൻസി 2 ആണ് വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് കാർബണേറ്റ് 2- ആയത്. ഓക്കെ, അപ്പൊ നമ്മളിതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയോൺസുകൾ, അത് കാറ്റിയോൺ ആണെങ്കിലും ആനിയോൺസ് ആണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? അറിയണം അല്ലേ. അതാ HCO3 ബൈകാർബണേറ്റ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ്, അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്താ പറയുക നൈട്രേറ്റ് അല്ലേ. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 1- വരുന്ന ആൾക്കാരൊക്കെ അറിയണം. ഓക്കെ, ദെൻ 2- ആണ് കാർബണേറ്റ്, സൾഫേറ്റ്, അതേപോലെ തന്നെ പെറോക്സൈഡ് ഒക്കെ 2- ആണ്. ഫോസ്ഫേറ്റ്, ആഴ്സണേറ്റ്, അതേപോലെ അലുമിനിയത്തിന്റെ ഇത് ഫുള്ള് നെഗറ്റീവ് അയോൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഇതേപോലെ ആണെങ്കിൽ അലുമിനിയം Al3+ ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ മക്കളെ ഇങ്ങനെയുള്ള ടാബിളുകൾ കൃത്യമായി നമുക്ക് അറിയണം കേട്ടോ. കാരണം ഇതൊക്കെ കെമിസ്ട്രി എത്ര കാലം യൂസ് ചെയ്യുന്നുവോ അത്രയും കാലം നമുക്ക് ഉപയോഗിക്കേണ്ട ഡാറ്റാസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കൊവാലന്റ് കോമ്പൗണ്ട്? കൊവാലന്റ് കോമ്പൗണ്ടിൽ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോട്ട് എ കൊവാലന്റ് കോമ്പൗണ്ട് എന്നാണ്. ഓക്കെ, ആൻസർ പറയാൻ പറ്റുമോ? മാഗ്നീഷ്യം ക്ലോറൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥെയിൻ. ഇതിലേതാണ് കൊവാലന്റ് അല്ലാത്തത്? ഓക്കെ, കൊവാലന്റ് എന്തായിരുന്നു അല്ലെ. അയോണിക് നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, അനദർ ആറ്റം എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വരുമ്പോഴാണ്
അയോണിക് കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. കൊവാലന്റ് ആകുമ്പോൾ ഇലക്ട്രോണുകളെ ഷെയറിംഗ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആലോചിച്ചാൽ മതി, MgCl2 മഗ്നീഷ്യം എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, ഓരോ ക്ലോറിനിലേക്കും കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ വാട്ടർ നമുക്കറിയാം H2 ആണ്. അവിടെ എന്തായിരിക്കും, ഹൈഡ്രജനും കാർബണും വന്നോ ഉറപ്പിച്ചോ ഏതാണ്, അത് കൊവാലന്റ് ആണ്. ഹൈഡ്രജനും കാർബണും, കാരണം എന്താ വെച്ചാൽ കാർബൺ ഓൾവേസ് ഷെയറിങ് 4 ഇലക്ട്രോൺ, കാർബണിന്റെ വാലൻസി 4 ആണല്ലോ. സോ ഇറ്റ് ഷെയറിങ് 4 ഇലക്ട്രോൺ, അവിടെ ഷെയറിങ്ങേ നടക്കുള്ളൂ. ഹൈഡ്രജൻ നോക്കി, ഹൈഡ്രജൻ ആകെ 1 ഇലക്ട്രോൺ ഉള്ളൂ. ആ ഇലക്ട്രോൺ കൊടുത്താൽ പിന്നെ ഇലക്ട്രോൺ ഉണ്ടാവുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ എന്തായിരിക്കും, എപ്പോഴും കൊവാലന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കൊവാലന്റ് അല്ലാത്ത ആര് മാത്രമേ ഉള്ളൂ, മഗ്നീഷ്യം ക്ലോറൈഡ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, യെസ്. സോ മഗ്നീഷ്യം ക്ലോറൈഡ് എന്താണ്, അയോണിക് ആണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, കൊവാലന്റ് ആണ്. ഒരു മെറ്റലും നോൺ മെറ്റലും, ഇത് ജനറൽ കേസാണ്, എല്ലായിടത്തും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. ഒരു ജനറൽ കേസിൽ മെറ്റലും നോൺ മെറ്റലും കൂടി ചേർന്നാൽ അയോണിക് ആയിരിക്കും. എന്നാൽ 2 നോൺ മെറ്റലുകളാണെങ്കിലോ അത് മിക്കവാറും കൊവാലന്റ്. ഇപ്പൊ H2 അല്ലെ, 2 നോൺ മെറ്റൽ ആയിട്ടുള്ള ആറ്റംസ് ആണ്. Cl2 അല്ലെ, H2O, ഇതൊക്കെ എന്താണ്, നമുക്കറിയാം കൊവാലന്റ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. The total number of electrons in chloride ion and the magnesium ion is, ഇതൊക്കെ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ NSMCക്കൊക്കെ വന്നൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതൊക്കെ. ടോട്ടൽ ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. ആദ്യം ക്ലോറൈഡും ദെൻ മഗ്നീഷ്യം അയോണും, രണ്ടും അയോൺ ആണ്, അയൺ അല്ല അയോൺ. ഓക്കെ, അപ്പൊ Mg നമുക്കെല്ലാവർക്കും അറിയാം 12 ആണ്. അതറിയണം കേട്ടോ. ഒരു ആദ്യത്തെ ഒരു 20 എലമെന്റ് എങ്കിലും നമുക്ക് മസ്റ്റ് ആയിട്ട് അറിയണം. അതിന്റെ ഷോർട്ട് കട്ടുകളൊക്കെ ഓൾറെഡി നമ്മൾ XNYയുടെ മെയിൻ ചാനൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, പിന്നെ പീരിയോഡിക് ടേബിളിന്റെ ഈസി ട്രിക്കുകളൊക്കെ ഓൾറെഡി പഠിച്ചാണ്. അറിയാത്തവരുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ മഗ്നീഷ്യം 12 ആണ്. അതിൽ നിന്ന് നമുക്കറിയാം എന്ത് ചെയ്തു, 2+ ആകുമ്പോഴാണ് മഗ്നീഷ്യം അയോൺ ആവുക. അപ്പൊ 12 ആണ് അറ്റോമിക് നമ്പർ, വിച്ച് മീൻസ് 12 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. എന്നാൽ 2+ പറഞ്ഞാൽ എന്താ, 2 ഇലക്ട്രോൺ പോയി, അതോടുകൂടി എന്തായി, 10 ഇലക്ട്രോൺ ആയി. ഓക്കെ, ഇനിയോ ക്ലോറിൻ നമുക്കറിയാം എത്രയാടാ, 17 ആണ്. 17 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ക്ലോറിന്റെ അയോൺ എന്ന് പറഞ്ഞാൽ ആരാ, ക്ലോറിൻ 1- ആണ്. അപ്പൊ എന്തായി, 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു, അവിടെ ടോട്ടൽ 18 ആയി. സോ 10 + 18 28 ആണ് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം വരുന്നുണ്ടാവുക. കിട്ടുമല്ലോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീമാറ്റിക് സ്ട്രക്ചർ റെപ്രസെന്റ് കാറ്റയോൺ. ഇങ്ങനത്തെ പിക്ചറൊക്കെ കാണുമ്പോഴേക്കും ബേജാറാവരുത്, വളരെ സാവധാനത്തിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് സമയം കളയണമെന്നല്ല, പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു വേറെ എന്താ പറയുക, നമ്മൾ പാനിക് ആവാതെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ആൻസറിലേക്ക് എത്താൻ കഴിയണം. ഏതാണ് കാറ്റയോൺ ആണ് ചോദിച്ചത്. കാറ്റയോണ് പോസിറ്റീവ് അയോണ്. എപ്പോഴും ഒരാൾ പോസിറ്റീവ് അയോൺ ആയി മാറുക, എപ്പോഴായി മാറുക, പ്രോട്ടോണിന്റെ എണ്ണം കൂടണം, അപ്പല്ലേ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. ഇലക്ട്രോണിന്റെ എണ്ണം അത്ര ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ സോഡിയം എടുക്കുകയാണെങ്കിൽ സോഡിയം 11 ആണ്, 11 പ്രോട്ടോൺ. ഓക്കെ, എന്നാൽ ഇയാൾ Na+ ആയി എന്ന് പറഞ്ഞാലോ 10 ഇലക്ട്രോണേ ഉള്ളൂ, അപ്പോഴാണ് അയാൾ പോസിറ്റീവ് ആവുക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് എണ്ണം കൂടണം, ഇലക്ട്രോണിന്റെ എണ്ണം കുറയും വേണം. ഓക്കെ, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കേ, ഈ ഒന്നാമത്തെ ആൾ ചെക്ക് ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ഒന്നാമത്തെ ആള് അയാൾ 10 പ്രോട്ടോൺ ഉണ്ട്, എത്ര ഇലക്ട്രോൺ ഉണ്ട്, 10 ഇലക്ട്രോണും ഉണ്ട്, ഈക്വൽ ആണ്. ഇവിടെ 9 പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, 9 പ്രോട്ടോൺ ഉണ്ട്, എന്നാൽ ടോട്ടൽ എത്ര ഇലക്ട്രോണാ, ടോട്ടൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 10 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണമാണ് കൂടുതൽ. ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് വരിക. നമ്മളെ ക്വസ്റ്റ്യൻ നെഗറ്റീവിനെ കുറിച്ചല്ല, പോസിറ്റീവ് ആണ്. ഇനി ഇവിടെ നോക്കിക്കുക നിങ്ങൾ, 12 പ്രോട്ടോൺ, 12 പോസിറ്റീവ് ഉണ്ട്, എന്നാലോ 10 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോണിന്റെ നമ്പർ കുറവാണ്, പോസിറ്റീവ് ആയിട്ടുള്ള പ്രോട്ടോൺ കൂടുതലാണ്, അതെന്തായിരിക്കും, ഒരു കാറ്റയോൺ ആയിരിക്കും. ഇനി ഇതോ 13 പ്രോട്ടോൺ ഉണ്ട്, പക്ഷേ ഇലക്ട്രോണിന്റെ എണ്ണം 10 ഉള്ളൂ, അപ്പൊ അതും എന്താണ്, ഈ പറഞ്ഞ കാറ്റയോൺ ആണ്. സോ ദ ആൻസർ ഈസ് 3 and 4 ആയിരിക്കും വരുന്നുണ്ടാവുക. കണ്ടോ, ഒരു പിക്ചർ വെച്ച് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റണുണ്ട്. അവിടെയാണ് ഒരു കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വിൻ ചെയ്യുന്നുണ്ടാവുക. ദ ഫോർമുല ഓഫ് ക്ലോറൈഡ് ഫോംഡ് ബൈ ദ എലമെന്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഇപ്പൊ പീരിയോഡിക് ടേബിൾ പഠിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം, ആരായിരുന്നു ആൽക്കലൈൻ എർത്ത് മെറ്റൽ. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകൾ വിളിച്ച പേരാണ് ആൽക്കലൈൻ. ഫസ്റ്റ് ഗ്രൂപ്പ് സോഡിയം പൊട്ടാഷ്യത്തിനൊക്കെ നമ്മൾ ആൽക്കലി മെറ്റൽ, സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ബെറീലിയം മഗ്നീഷ്യം കാൽഷ്യം, അവരെ വിളിച്ച പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി എപ്പോഴും എത്ര ആയിരിക്കും മക്കളെ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ വാലൻസി
അല്ലെ എപ്പോഴും എന്തായിരിക്കും +2 ആയിരിക്കും ഉണ്ടാവുക. ക്ലോറിനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ക്ലോറിൻ നമുക്കറിയാം ഹാലജൻ ആണ്, 17th ഗ്രൂപ്പാണ്, അവർക്ക് എപ്പോഴും -1 ആണ്. ഇനി എങ്ങനെയാണ് ഒരു കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതുക അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. വാലൻസികളെ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട് താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും. അപ്പൊ എക്സിന്റെ താഴെ 1 ഉണ്ട്. 1 നമ്മൾ എഴുതണോ? 1ന്റെ ആവശ്യമില്ല അല്ലെ? 1 ആയതുകൊണ്ട് എഴുതണ്ട. ക്ലോറിന്റെ താഴെ 2 ആയിരിക്കും വരിക. XCl2 ആണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നോക്കൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കൂളിൽ അല്ലേ എന്താണ് ഈ പറയുന്ന രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ NSMCക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ നമുക്ക് ആൻസറുകൾ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ദ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് 28 അല്ലേ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയുള്ളത്? 28 ആണുള്ളത്. എങ്കിൽ അതിൻ്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 28 ആണ്. എബോ 20 വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഓക്കെ, നമുക്ക് ഒരു ആദ്യത്തെ ഒരു 20 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പഠിച്ചാലോ? ഓക്കെ, ഒരു 20 എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ. ആദ്യത്തെ ഒരു 14 ആറ്റം ഹൈഡ്രജൻ മുതൽ സിലിക്കൺ വരെ നോക്കിക്കേ നിങ്ങൾ. 1 0 അല്ലേ? 1 ഹൈഡ്രജൻ ആണെങ്കിൽ 1, ഹീലിയം ആണെങ്കിൽ അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു എന്ത് വരും? 2 മാത്രമേ വരുള്ളൂ. ലിഥിയം ആണെങ്കിൽ 2 1, ബെറീലിയം ആണെങ്കിൽ 2 2, അങ്ങനെ പോയി. സോഡിയം ആണെങ്കിൽ 2 8 1, കാരണം 11 ആണ് അല്ലേ? സിലിക്കൺ ആണെങ്കിൽ 2 8 4 ആണ് വരുന്നുണ്ടാവുക. ദെൻ നോക്കിക്കേ, ഒരു ആർഗൺ എത്തി. ആർഗൺ 18 ആണ്, 2 8 8 ആണ് വരിക. പിന്നെ നമ്മൾ വിചാരിക്കും 2 8 9 അല്ലേ എന്ന് വിചാരിക്കും അല്ലേ? കാരണം എന്തേ? കെ അതേപോലെ തന്നെ L M N. M ഷെല്ലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 18 ഇലക്ട്രോൺ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എമ്മിൽ. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും മോർ ദാൻ 8 വരൂലടാ. അതും ബോർ പറഞ്ഞതാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരിക്കലും മോർ ദാൻ 8 ഇലക്ട്രോൺ വരൂല. സോ 2 8 9 എന്ന് വരൂല. നേരെ മറിച്ച് എന്താണ് പൊട്ടാഷ്യം വരിക? 2 8 8 1 ആണ് വരുന്നുണ്ടാവുക. റെഡിയാണല്ലോ? ഓക്കെ, ഇനിയോ കാൽഷ്യം 2 8 8 2 ആണ് വരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത്, ഇനി ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ പറഞ്ഞ തേർഡ് ഷെല്ലിലായിരിക്കും. അപ്പോൾ 2 8 നിങ്ങൾ 2 8 2 എഴുതുക, എന്നിട്ട് മാത്രം ഈ തേർഡ് ഷെല്ല് ഫില്ല് ചെയ്യുക. അപ്പോൾ തെറ്റൂല. സോ 2 8 9 2. ഓക്കെ, നെക്സ്റ്റോ 2 8 10 2. നെക്സ്റ്റോ 2 8 11 2. ഈ രൂപത്തിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ 30 എത്തുമ്പോൾ 2 8 18 2. ഇനി ഇലക്ട്രോൺ ആഡ് ചെയ്യൽ എവിടെ നിന്നായിരിക്കും മക്കളെ? ഇനി 31 ആണെങ്കിൽ എങ്ങനെ വരിക? 2 8 അല്ലേ? നമുക്ക് ഇയാളെ കുറച്ച് മുകളിലേക്ക് എഴുതാം. ഓക്കെ, 31 ആണെങ്കിലോ 2 8, ബാക്കി പറയാൻ പറ്റുമോ അല്ലേ? 18 ഫുള്ളായി. 18 ഫുള്ളായിടാ, തേർഡ് ഷെല്ല് ഫുള്ളായി. ഇനിയോ ഇവിടെ 3 വരേണ്ടി വരും. ഓക്കെ, എന്നാലാണ് എന്താവുക? 31 ആവുക. ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ പറഞ്ഞ ക്രോമിയം അതേപോലെ കോപ്പർ, ഇവർക്ക് മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 2 ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ 20 മുതൽ 30 വരെയുള്ള എലമെന്റ്സുകളെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അവർ ഗ്രൂപ്പിലും പീരിയഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. കാരണം എന്തേ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഗ്രൂപ്പിൽ എന്തായാലും സെയിം പ്രോപ്പർട്ടിയാണ്. കാരണം എന്തേ? ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് അവർ പീരിയഡിലും എന്ത് ചെയ്യുന്നുണ്ട്? സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെയാണ് വരിക്കും വരുന്നുണ്ടാവുക? 28 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 2 അല്ലേ? ഈ പറഞ്ഞ രൂപത്തിൽ 2 8 2 എഴുതുക. 12 ആയിട്ടുള്ളൂ, ബാക്കിയുള്ള 16 ആയിരിക്കും വരിക. ഓക്കെ, 2 8 16 2 ആണ്. എ ആണ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇഫ് K and L shells of an atom are completely filled with electron, then find its valency. ക്വസ്റ്റ്യൻ വാലൻസി ആണ് ചോദിച്ചത് കേട്ടോ. K ഉണ്ട്, L ഉണ്ട്. ഓക്കെ, രണ്ടും ഫില്ലാണ്. 2,8 ആണ്. 2,8 പറയുമ്പോൾ എത്ര വരും അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു. അറ്റോമിക് നമ്പർ 10 ആണ്. 10 ആരാ? നിയോൺ. നിയോണിന് വാലൻസി ഉണ്ടാവുമോ? ഇല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ല്
8 ആണെങ്കിൽ അവർ ഇലക്ട്രോണിനെ വാങ്ങുകയും വേണ്ട, ഇലക്ട്രോണിനെ കൊടുക്കുകയും വേണ്ട, ദേ ആർ ഓൾറെഡി സ്റ്റേബിൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? അറേഞ്ച് ദ ഫോളോയിങ് അയോൺസ് ഇൻ എ കറക്റ്റ് ഓർഡർ ഓഫ് ഡിക്രീസ് ഇൻ സൈസ് Na+, Cl-, S2-, Al3+, N3-. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോകേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒരു പോയിന്റ് ഒന്ന് എക്സ്ട്രാ പഠിക്കണം എന്ന് മാത്രം. ഓക്കെ, സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ? എന്നാൽ ടോപ്പ് ടു ബോട്ടം ആണെങ്കിൽ അറ്റോമിക് സൈസ് ഇൻക്രീസും ചെയ്യും, കാരണം ഷെല്ലിന്റെ നമ്പർ കൂടുകയാണല്ലോ. ഓക്കെ, എന്നാൽ ഇവിടെ കൊടുത്ത് കുറെ ആറ്റം അല്ല, കുറെ അയോൺസ് ആണ് അല്ലേ? Na+, അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? 10 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, N3-, നൈട്രജൻ 7 ആണ്, 3- കൂടി ആഡ് ചെയ്താൽ 10 ഇലക്ട്രോൺ. അലുമിനിയം 13 ആണ്, അതിന് 3 ഇലക്ട്രോൺ പോയി, അപ്പോൾ Al3+ എന്ന് പറയാ, 10 ഇലക്ട്രോൺ. ഈ 3 പേരും 10 ഇലക്ട്രോൺ ആണ്. എന്നാലോ Cl-, ക്ലോറിൻ 17 ആണ്, 1 ഇലക്ട്രോണെ കൂടി കിട്ടിയാൽ എന്തായി മാറി അല്ലെ? 1 ഇലക്ട്രോണെ കൂടി കിട്ടിയാൽ അയാള് 18 ഇലക്ട്രോൺ ആയിട്ട് മാറി അല്ലെ? 18 ഇലക്ട്രോൺ. സൾഫർ 2- ആണ്, സൾഫർ 16 ആണ്, 2 ഇലക്ട്രോണെ കൂടി കിട്ടിയാൽ 18 ഇലക്ട്രോൺ. ഈ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആ സ്പീഷീസിനെ, ആ അയോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കൽ. ഐസോ മീൻസ് സെയിം, ഇലക്ട്രോണിക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിലെ 3 പേര് എന്താണ്? ഐസോ ഇലക്ട്രോണിക് ആണ്, വേറെ 2 പേര് വേറെ ഐസോ ഇലക്ട്രോണിക് ആണ്. അപ്പൊ ഇതിനെല്ലാം കൂടി നമുക്ക് എങ്ങനെ സൈസിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റും? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് അനുസരിച്ച് ഈ പറഞ്ഞ എത്രത്തോളം നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രത്തോളം ആറ്റത്തിന്റെ സൈസ് ബിഗ് ആയിരിക്കും. എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അഥവാ കാറ്റയോൺ ആയി മാറുമ്പോഴൊക്കെ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും, ഡിക്രീസ് ആണ്. അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ട, പഠിച്ചു വെക്കേണ്ട പോയിന്റ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ Na+ എടുത്തു, Al3- ഉണ്ട്, N3- ഉണ്ട്. അതിലെ N3- ആയിരിക്കും ഏറ്റവും കൂടുതൽ സൈസ്. അതിനേക്കാളും കുറവാണ് ആര്? ഈ പറഞ്ഞ പിന്നെ Na+. അതിനേക്കാളും കുറവാണ് ആര്? Al3+. ഇതായിരിക്കും ആ ഒരു ടീമിന്റെ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് ഉണ്ടാവുക. ഇനി നമ്മൾ സൾഫർ 2- ഉണ്ട്, അതേപോലെ തന്നെ ക്ലോറിൻ 1- ഉണ്ട്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജുകൾ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ വേറെയാണ്. സ്വാഭാവികമായിട്ടും ഒന്നിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം എടുത്ത സെറ്റ് ആണെങ്കിൽ അവർക്ക് 2 ഷെല്ല് മതി, 2,8 ടോട്ടൽ 10 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. എന്നാൽ മൂന്നാമത്തെ ടീം ആണെങ്കിലോ അല്ലെ, സൾഫർ 2- എന്ന് പറഞ്ഞാൽ 288 3 സെറ്റ് ഉണ്ട്. അപ്പൊ അവർക്കായിരിക്കും എന്തായാലും അതിന്റെ സൈസ് കൂടുതലുണ്ടാവുക. അപ്പൊ നമ്മളിതിനെ ഒന്ന് എന്താ പറയുക, കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏറ്റവും സൈസ് കൂടുതലായിരിക്കുക സൾഫർ 2-, പിന്നെ ആയിരിക്കുക ക്ലോറിൻ 1-. അത് രണ്ടാണ് ആദ്യം എഴുതുക, കാരണം അവർക്ക് 3 ഷെല്ലുണ്ട്, അവരുടെ ആയിരിക്കും സൈസ് കൂടുതൽ. പിന്നെ ആർക്കാണ് ഏറ്റവും കുറവ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ N3-, then Na1+, then Al3+. ഈ ഒരു ഓർഡറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നെഗറ്റീവ് ചാർജ് കൂടുന്തോറും, ആനിയോൺസിന്റെ നമ്പർ കൂടുന്തോറും അല്ലെങ്കിൽ ചാർജ് കൂടുന്തോറും കൂടുതൽ ബിഗ് ആറ്റം കാറ്റയോൺ ആയി മാറുമ്പോൾ സൈസ് എന്ത് ചെയ്യാണ്? അവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, സൈസ് കുറയുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഫെറിക് സൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്ത്? ഫെറിക് സൾഫേറ്റ് എങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുക? ആദ്യം നമുക്ക് അതിന്റെ വാലൻസികളൊക്കെ അറിയണം. Fe എന്താണ് അല്ലെ? Fe2+ ആണ്, Fe2+. സൾഫേറ്റ് ആണെങ്കിലോ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ടേബിളിൽ, സൾഫേറ്റ് 2-. ഇന്റർചേഞ്ച് ചെയ്യടാ, ഇന്റർചേഞ്ച് ചെയ്ത് അപ്പൊ എന്താ കിട്ടും? നമുക്ക് Fe2 കിട്ടും, SO4 2 കിട്ടും. രണ്ടും 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. FeSO4 ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. കിട്ടുമല്ലോ. ഇങ്ങനെ ഏത് കെമിക്കൽ ഫോർമുല വെച്ചാലും അതിന്റെ വാലൻസി വെച്ച് ഇന്റർചേഞ്ച് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നോടത്ത് കട്ട് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എന്ത് ചെയ്യണം? എത്താൻ പറ്റേണ്ടതുണ്ട്. ഓക്കെ, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ PO4 3-? PO4 3-ൽ എത്ര ആറ്റങ്ങളുണ്ട്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. വാലൻസി അല്ല കേട്ടോ ചോദിച്ചത്, വാലൻസി അല്ല, ചാടിക്കരി 3 എന്ന് പറയണ്ട, എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ചോദിച്ചത്.
അതിനൊക്കെ വേണമെങ്കിൽ എന്ത് വിളിക്കാം, അറ്റോമിസിറ്റി എന്ന് വിളിക്കാം. ഒരു സിംഗിൾ മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ, സോ 1 phosphorus and 4 oxygen അല്ലേ, 1 phosphorus and 4 oxygen ടോട്ടൽ 5 ആയിരിക്കും ആറ്റംസിന്റെ എണ്ണം. ഓക്കെ, എങ്കിൽ ഇതാ ഇതേപോലെ അറ്റോമിസിറ്റി കാണാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് ഗ്ലൂക്കോസ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ആരും ഇപ്പോൾ പറയണ്ട, നേരെ മറിച്ച് വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. നോക്കട്ടെ എത്ര പേര് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതിന് ആദ്യം എന്തറിയണം, എന്താണ് ഗ്ലൂക്കോസ് എന്ന് എന്ത് ചെയ്യണം, അറിയണം. ആ ഫോർമുല അറിയണം, അതിലുള്ള സിംഗിൾ മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് ആൻസർ ഫൈൻഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഈ രൂപത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എത്രയോ പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കൂളിൽ മുമ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, വളരെ ചുരുക്കം കാര്യങ്ങളല്ലേ. എന്നാലോ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, അത് പഠിച്ചതാണ്. അതാണ് ഒരു കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകത. ഒരുപാട് പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. എന്നാലോ ഇതൊന്നും എന്തല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഔട്ട് ഓഫ് സിലബസ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല അല്ലേ. 1-2 പോയിന്റുകൾ എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, അറിയാത്ത പോയിന്റുകളിൽ നിങ്ങൾ നോട്ട് എഴുതുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, ആ രൂപത്തിൽ മുന്നോട്ട് പോകാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേറെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക്